ഇവിടുത്തെ പ്രൊജക്റ്റിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ആറ്റിറ്റ്യൂഡ്, നമ്മൾ ആദ്യം എന്ത് പറഞ്ഞാലും അതിന് സാങ്കേതികമായിട്ടൊരു മറുപടി പറയും, പിന്നീട് അവർക്കത് ശരിവെക്കുകയും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ്. ഉദാഹരണത്തിന് സോയിൽ നെയിലിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതിനെല്ലാം എൻജിനീയറിംഗ് സൈഡിൽ നമ്മളത് പറയാൻ കോമ്പിറ്റൻ്റ് അല്ല എന്ന് പറഞ്ഞു. പിന്നെ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയപ്പോൾ അതിൽ മാറ്റം വരുത്തേണ്ടി വന്നു. ഇപ്പോൾ കുന്നിയോറ മലയിൽ ഉൾപ്പെടെ സ്ഥലം ഏറ്റെടുക്കുന്ന അവസ്ഥയിൽ വന്നു. ഈ എംബാങ്ക്മെൻറ്റ്സ് നമ്മുടെ കാലാവസ്ഥക്കും നമ്മുടെ മണ്ണിനും മഴയ്ക്കും യോജിച്ചതല്ല എന്നുള്ളത് ഇപ്പോൾ ഒരേ സ്വരത്തിൽ കുരിയാട് സംഭവിച്ചതിൻ്റെ ശേഷം കേരളത്തിൽ കൊല്ലത്തിലുണ്ടായതിൻ്റെ ശേഷം ആലപ്പുഴയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലുണ്ടായ ശേഷം ഒന്നിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇന്നലെ ആ സ്ലാബ് വീണെടുത്ത് ആളുകൾ നടന്നു പോകുന്ന ഒരു ഇടമായിരുന്നെങ്കിൽ, വേണ്ട ഒരു ബൈക്കിലോ വാഹനത്തിലോ ആൾ പോകുന്ന ഒരു സമയമായിരുന്നെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നത് എന്താവുമായിരുന്നു? ജീവൻ തന്നെ പോവുമെന്ന് നമുക്ക് ഭയമല്ലേ. ഇത് പറഞ്ഞാൽ ബോധ്യപ്പെടുന്നില്ല. ഇപ്പോൾ പ്രൊജക്ട് ഡയറക്ടറോട് വരാൻ പറഞ്ഞതും ഇതുമായിട്ട് നേരിട്ട് ബോധ്യപ്പെടുത്താൻ തന്നെയാണ്. ഞാനിപ്പോൾ ഒന്നും വേണ്ട, എല്ലാ തവണയും പാർലമെൻറ്റിലും മിനിസ്റ്റർ കാണുമ്പോഴും ഇത് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, ഇത് നവംബറിൽ മിനിസ്റ്റർ കണ്ടപ്പോൾ ഈ പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി പറഞ്ഞു കൊടുത്ത കത്ത്. ഇപ്പോൾ ഡിസംബർ മാസം പാർലമെൻറ്റ് സെഷൻ നടക്കുമ്പോൾ ഈ ഇഷ്യൂസിനെ മുഴുവൻ നോട്ട് ചെയ്തിട്ട് NHIയുടെ മെമ്പർ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ മിനിസ്റ്റർ കണ്ട് പറഞ്ഞത്. അപ്പോൾ ഒരു ഉറപ്പ് തന്നത് സുരക്ഷാ പരിശോധന നിർബന്ധമായിട്ടും നടത്താം, സുരക്ഷിതമല്ല എന്ന പരിശോധനയിൽ തെളിഞ്ഞാൽ ഇത് പൊളിച്ചു മാറ്റുന്നതിനെ പറ്റി ആലോചിക്കാമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞത്. ഇവരോട് ഞങ്ങളിപ്പോൾ പറയുന്നത്, നിങ്ങളിവിടെ എലിവേറ്റഡ് ഹൈവേ റെക്കമെൻഡ് ചെയ്യണം. ഇവിടെ നിന്ന് അയക്കുന്ന കടലാസിൽ ഇത് ജോലി ഇത്ര ശതമാനം പൂർത്തിയായി, ജോലി പൂർത്തിയാവില്ലല്ലോ, സുരക്ഷിതമായി പൂർത്തിയാവില്ലല്ലോ നമ്മുടെ ആവശ്യം. ആ അവസ്ഥക്ക് മാറ്റം വരണം. ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാനുള്ളത്, ഹരിയാനയിലെ റിട്ടയർഡ് PWD ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഈ സ്ട്രെച്ചിലെ മുഴുവൻ സുരക്ഷാ പ്രശ്നങ്ങളും പരിശോധിക്കാൻ ഒരു ടീമിനെ NHAI ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ പരിശോധന നടക്കുന്നു. ഒരു ജിയോ ടെക്നിക്കൽ ടീം കോഴിക്കോട് കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ട്. അവർ ഈ സ്ട്രെച്ചിലെ മുഴുവൻ സ്ഥലങ്ങളും പരിശോധിക്കും, മണ്ണിൻ്റെ ഉറപ്പും ബലവും മറ്റു കാര്യങ്ങളും പരിശോധിക്കും. അഴിയൂർ വെങ്ങലം ഈ ഏരിയയിൽ നിരന്തരം ഉണ്ടാകുന്ന വീഴ്ചകളും കൺസ്ട്രക്ഷനിലെ നിലവാരക്കുറവും അപകടങ്ങളും മെല്ലെപ്പോക്കും ഇനി ഫർദർ ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൂടെ പരിശോധിക്കാൻ ഹരിയാനയിലെ റിട്ടയർഡ് PWD ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ട്രെച്ചിന് വേണ്ടി മാത്രം. അപ്പോൾ അവരുടെ വിസിറ്റും ഈ ജനുവരി മാസം തന്നെ നടക്കും. 2 പരിശോധന ഈ സ്ട്രെച്ചിൽ നടക്കാൻ പോവുകയാണ്. ആ 2 പരിശോധനയിലും ഇതിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള കാര്യമാത്രമായിട്ടുള്ള പരിശോധനകൾ നടക്കണം. അത് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഇതിനെ പൊളിച്ചു പണിയേണ്ടിയിടത്ത് പൊളിച്ചു പണിയണമെന്ന് തന്നെയാണ് ആവശ്യം. എപ്പോഴും അവർ പറയുന്ന കുറച്ചും കൂടെ ജോലി ചെയ്താൽ ഇത് പൂർത്തിയായി എന്നുള്ളതാണ്. പൂർത്തിയായാൽ മാത്രം പോരാ, അത് സുരക്ഷിതവുമായിരിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അതിനോട് തുടക്കത്തിൽ പറയുന്ന ആവശ്യങ്ങളോട് മുഖം തിരിച്ചത് കൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ. ഇതിൻ്റെ മുമ്പ് വന്നപ്പോൾ ഒരു ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ചു വെക്കാനും ശ്രമിച്ചത്, അന്ന് അടിയിൽ നിന്ന് മണ്ണെല്ലാം പുറത്തേക്ക് തള്ളിയതാണ്. വീണ്ടും അപകടം ഉണ്ടാവുന്നത് ഇപ്പം തന്നെ ആളുകൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ നേരിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പം രാഘവേട്ടൻ ബൈ ചാൻസ് രാഘവേട്ടനും ഇതുവഴി കടന്നുപോയി. അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടത് ഇവരിവിടുന്ന് റെക്കമെൻഡ് ചെയ്യണം. മാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ ബ്ലൂ ഫ്ലാഗ് ബീച്ചാണ് കാപ്പാട്. ഏറ്റവും പ്രശസ്തമായ അപൂർവം ബീച്ചുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗകര്യം. തുഷാരഗിരി മുതൽ ഈ റൂട്ട് ഒരു സ്റ്റേറ്റ് ഹൈവേ പാസ് ചെയ്യുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ ഈ പറയുന്ന ചെറിയ സർവീസ് റോഡിൻ്റെ ബ്ലോക്കിനെ മുഴുവൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു ടൂറിസ്റ്റ് ഞായറാഴ്ച ദിവസം ഒരു അവധി ദിവസം ഇവിടെ വന്നാൽ നിൽക്കാനും തിരിയാനും പറ്റാത്ത അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നു. ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ ക്രോസിങ്ങിന് ഇവിടെ ഒരു എലിവേറ്റഡ് സംവിധാനം അവിടെ ഉണ്ടാക്കി വെക്കുകയായിരുന്നെങ്കിൽ അത് എത്രത്തോളം ഗുണം നാടിനുണ്ടായിരുന്നു. 4000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മുമ്പിലാണ് ഒരു സ്ലാബ് ഇങ്ങനെ പൊളിഞ്ഞു വീണത്. 4000 കുട്ടികൾ രാവിലെയും വൈകുന്നേരം ബസ് കയറാനും ഇറങ്ങാനും വണ്ടി കയറാനും ഇറങ്ങാനും ഒക്കെ ഈ ചെറിയ സ്ട്രെച്ചിനെ ഉപയോഗിക്കുന്ന 4000 കുട്ടികൾ. ഇതിൻ്റെ ഗൗരവം കാണാതെ പോകരുത് എന്നുള്ളത് നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രൊജക്റ്റ് സംവിധാനങ്ങളോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഇന്ന് തന്നെ ഉൾപ്പെടെയുള്ള ആളുകളുമായി റീജിയണൽ ഓഫീസ് ഇന്ന് തന്നെ സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു മറുപടി തരാമെന്ന് പറയുന്നത്. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളുടെ ആവശ്യങ്ങളുടെ പക്ഷത്ത് നിൽക്കണം. അമിത സാങ്കേതികത്വം പറഞ്ഞ് ഇവിടുന്ന് എഴുതി അയക്കുന്നത് ന്യായമായതിനെ നിഷേധിക്കാനുള്ള കാരണമാവരുത് എന്നുള്ളത് ശക്തമായ നിർദ്ദേശമായിട്ട് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ സുരക്ഷാ പരിശോധന കൂടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഹൈവേ അതോറിറ്റിയുടെ മേലെ മന്ത്രി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഈ പ്രൊജക്റ്റുമായിട്ട് ഡയറക്റ്റ് നടപ്പിലാക്കുന്ന ആളുകളല്ല, ഔട്ട്സൈഡ് ആയിട്ടുള്ളൊരു ഏജൻസി, ഒരു ടീമാണ്. ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അതെ, ഗതാഗത മന്ത്രാലയം കൊടുത്ത പരാതികൾ നിരന്തരം ഉയരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ മിനിസ്റ്റർ ഒരിക്കൽ കണ്ടപ്പോൾ മിനിസ്ട്രി കമ്പനിയുടെ ആളുകൾ അവിടെ വിളിച്ചു വരുത്തി. നിർമ്മാണം ഏറ്റെടുത്ത ആദ്യത്തെ കമ്പനിയും സബ് കോൺട്രാക്ട് കൊടുത്ത കമ്പനിയും
അവരോടും അദ്ദേഹം നേരിട്ട് ഞങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞു, ബിസിനസ് എത്തിക്സ് അല്ലേ ഈ കാണിക്കുന്നത്. ഇത്ര കോടി രൂപയുടെ വർക്ക് ഇവിടെ അലോട്ട് ചെയ്തിട്ട് അത് സബ് കോൺട്രാക്ടിന് കൊടുത്ത് പിന്നെ ആർക്കും ഉത്തരവാദിത്വം ഇല്ലാതാക്കുന്ന സാഹചര്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഞങ്ങളുടെ മുമ്പിൽ തന്നെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടക്കുന്നത്. ആ പരിശോധനാ റിപ്പോർട്ട് വളരെ നിഷ്പക്ഷമായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തരുന്ന ഉറപ്പ്. അതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ അവർ പറയുന്നത്, ആ പൊളിഞ്ഞു നിൽക്കുന്ന ഭാഗം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണം, അതങ്ങനെ തുറന്നിട്ടാൽ വീണ്ടും അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ഇന്ന് ആറുമായിട്ട് സംസാരിച്ചിട്ട് അവർ ഇന്ന് തന്നെ ഞങ്ങളെ തിരിച്ച് ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങളും ജനപ്രതിനിധികളുമായി സംസാരിച്ച് അതിലെന്തെങ്കിലും ധാരണ ഉണ്ടാക്കേണ്ടി വരുമെന്ന് പരിശോധിക്കണം. കാരണം ഇനിയൊരു അപകടം, ആ സ്ലാബ് ഓപ്പണായിട്ട് നിൽക്കുന്നത് ഇനിയൊരു അപകടത്തിന് കാരണമെന്ന്. ഫുൾ സ്ട്രെച്ച് പണി അതിൻ്റെ സുരക്ഷാ പരിശോധനയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പറയുന്നത് പണി തീർത്താലും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞങ്ങളത് മാറ്റാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അതിലും ഭേദം സുരക്ഷാ പരിശോധന ആദ്യം തീർക്കുകയല്ലേ വേണ്ടത് എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്. എത്ര തവണ അല്ല, ഇത് എഫക്റ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഇത് 40 കിലോമീറ്റർ ഈ സ്ട്രെച്ചിൽ ഇപ്പോഴും മോട്ടോറബിൾ എന്ന് പറയുന്നത് വെറും 15 കിലോമീറ്ററാണ്. ഇത്ര വർഷത്തിന് ശേഷം എത്ര കാലമായി ജനങ്ങൾ ഇത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഇവിടെ വന്നിട്ട് 1.5 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം ആവാന്. ആ ആവേശം പണി തീർക്കാനും സുരക്ഷിതമായി തീർക്കാനും കാണിക്കണം. ഇത് ഇപ്രാവശ്യം കൊടുത്ത പിന്നെ 6 പോയിന്റിൽ ആദ്യത്തെ വാചകം ഡിലേ ഇൻ കംപ്ലീഷൻ, പുവർ ക്വാളിറ്റി ഓഫ് കൺസ്ട്രക്ഷൻ. ഇത് എവിടെ നിന്നൊക്കെ അനുഭവപ്പെടുന്നു എന്നുള്ളത് ഗഡ്കരി മിനിസ്റ്റർ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടാണ് കൊടുത്തത്. ജനങ്ങളുടെ ഫർദർ ആവശ്യങ്ങളും വെച്ചിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഉൾപ്പെടെ. ഇത് ആരെയും അറിയിക്കാത്തതോ ഉന്നയിക്കാത്തതായിട്ട് പ്രശ്നമില്ല. കളക്ടറുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഫീൽഡ് വിസിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ്. ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാൻ തീരുമാനിച്ച ചില കാര്യങ്ങൾ മാത്രം ചെയ്തു പോകാനുള്ള ശ്രമങ്ങളാണ് ആദ്യം ഉണ്ടായത്. പക്ഷെ ഇപ്പോൾ അവർക്ക് അതിൻ്റെ സമ്മർദ്ദം കാരണം പലയിടത്തും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രശ്നം. ഞാൻ അതിൽ ഒരു കാര്യം പറയാം, ഏറ്റവും കൂടുതൽ വീഴ്ചകളുള്ളത് ഈ സ്ട്രെച്ചിലാണ്. അദാനി കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് എടുത്തത്, അവർ സബ് കോൺട്രാക്ടർ കൊടുത്തതാണ് വകാടിന്. ആ തുകയിലെ അന്തരം ഈ പ്രവൃത്തിയെ ബാധിക്കുന്നു എന്നുള്ള സംശയം ഞങ്ങൾക്ക് ഇല്ലാതില്ല. വെബ്സൈറ്റിൽ വന്ന തുകയാണെങ്കിൽ അത് വലിയ ഡിഫറൻസ് ആണ്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ മന്ത്രാലയമാണ് തരേണ്ടത്. അത് നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും ഇവർ ചൂണ്ടിക്കാണിച്ച പലയിടത്തും ഇതിൻ്റെ കോർണറൊക്കെ വക്കുമൂലയൊക്കെ തേച്ച് വെച്ചിട്ട്, ഈ സ്ലാബിൻ്റെ പൊട്ടിയ വക്കുമൂലയൊക്കെ തേച്ച് വെച്ചത്, ഇത് ആളുകളിപ്പോൾ കണ്ട ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ആളുകളും വണ്ടികളും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഈ സുരക്ഷാ പരിശോധനയ്ക്ക് കാത്തു നിൽക്കുന്നു. ഇതിനെ സംബന്ധിച്ച് എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് അവർ പെട്ടെന്ന് തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഴിയൂർ വെങ്ങളം ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈ സ്ട്രെച്ചിൽ അതിന് മാത്രമായിട്ടൊരു പരിശോധനയ്ക്ക് കൊടുത്ത നിവേദനം പ്രകാരം മന്ത്രാലയം ഉത്തരവിട്ടതിനനുസരിച്ച് ഹരിയാനയുടെ PWD ചീഫ് എഞ്ചിനീയർ ആയിരുന്ന നേതൃത്വത്തിൽ ഒരു എഞ്ചിനീയറിംഗ് ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു ജിയോ ടെക്നിക്കൽ ടീം ഓൾറെഡി ഇന്നലെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അവർ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ഉറപ്പും ബലവും സുരക്ഷിതത്വവും അവർ പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജീവൻ പോയാലേ പാഠം പഠിക്കൂ എന്നുള്ള പിടിവാശി ദേശീയപാത നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ NHAI ഉപേക്ഷിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ ചേർത്ത് പറയുന്നു, സംസ്ഥാന PWD വകുപ്പ് ഇത്തരം കാര്യങ്ങളിൽ അപ്പം പ്രയാസങ്ങൾ വരുമ്പോൾ അത് മുഴുവനായിട്ട് NHAI മാത്രമാണ്. ഞങ്ങൾക്ക് പിന്നെ എന്താ 2 അക്ഷരം പറഞ്ഞിരുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞ 2 അക്ഷരം ഉണ്ടല്ലോ, ഇതുമായിട്ടൊന്നും ബന്ധമില്ല എന്ന് പറയാൻ വേണ്ടി ഒരു ബന്ധവും ഇതുമായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. ഇത് നിർമ്മാണത്തിൻ്റെ നിലവാരത്തിൽ തകർച്ച ഉണ്ടെങ്കിൽ സംസ്ഥാനത്ത് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ സംസ്ഥാനത്ത് വകുപ്പും തയ്യാറാവണം. കഴിയുമ്പോൾ ഞങ്ങളുടെയും പൊളിയുമ്പോൾ അവരുടെയും എന്ന് പറയരുത്. 2 പേർക്കും ഉത്തരവാദിത്വമുണ്ട്. NHAI അവരുടെ ഫസ്റ്റ് റെസ്പോൺസിബിൾ NHAI തന്നെയാണ്. അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റണം. അത് നിറവേറ്റുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ചിറങ്ങിയ എല്ലാവരും ഈ പാളിച്ചയുടെ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ മുൻപോട്ട് വരണമെന്നും കൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്നു.